കുമാറോ? ഇൻവിറ്റേഷനൊക്കെ ഇന്ന് വൈകുന്നേരം കിട്ടും. എന്തിനാ? കല്യാണ സാരി എടുക്കാൻ ഞാൻ എന്തിനാ? നിങ്ങളൊക്കെ പോയാൽ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ വന്നേ നോക്കൂ. കിടന്ന് ബഹളം വെക്കാതെ വരാം. ആഗ്രഹമുണ്ട്. കേൾക്കേണ്ടവർ തയ്യാറായാലേ പറയാൻ സാധിക്കൂ. ജൂഡിക്കാണെങ്കിൽ എന്നെ കാണുമ്പോ ചെകുത്താൻ കുരിശിനെ കാണുന്ന പോലെയാ. അന്ന് ഞാൻ കാണിച്ചത് അല്പം കടന്ന കൈയായി പോയെന്ന് എനിക്കറിയാം. അതൊരു പബ്ലിക് പ്ലേസിൽ വെച്ചായതുകൊണ്ടായിരിക്കാം ജൂഡി ഇത്രയും ഫീൽ ചെയ്യാനിടയായത്. ഇന്നത്തെ വിവേകം അന്നെനിക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. 4 പേരുടെ മുമ്പിൽ ഒരു ഹീറോ ആവല്ലോ എന്ന് കരുതി കൂട്ടുകാരെല്ലാം കൂടി വാശി കയറ്റിയപ്പോ പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല. ഐ എം സോറി അബൌട്ട് ദി ഇൻസിഡന്റ്. കൂടാതെ മനസ്സിന്റെ ഉള്ളിൽ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ ഇടയിൽ ജൂഡിയുടെ സംസാര വിഷയമായിരുന്നല്ലോ. ജൂഡിയോട് പലരും അടുക്കാൻ ശ്രമിച്ചു, കൂട്ടത്തിൽ ഞാനും. നോക്കിയിട്ട് വേറൊരു മാർഗവും കണ്ടില്ല. ഒരു ആന്റി ക്ലൈമാക്സ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ചില പൊട്ടലും ചീറ്റലും, ഒരു അടി വരെ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ ഞാൻ ചെയ്തതും. പക്ഷെ സംഭവം ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. ജൂഡി, ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ വരട്ടെ. ജൂഡി, താങ്ക്സ് അലോട്ട്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? വേഗം ചെല്ല്, കാപ്പിയിലും തണുക്കുന്നു. ഏതാ ഇഷ്ടപ്പെട്ടത്? രണ്ടും കൊള്ളാം. എന്നാലും ഇതോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ വെച്ചാൽ കുഴങ്ങി പോയുള്ളൂ. ഉടുക്കേണ്ടത് ദേവിയല്ലേ, ദേവി തന്നെ തീരുമാനിക്കും. എന്നാൽ രണ്ടും ഇരിക്കട്ടല്ലേ? വേണ്ട, പുള്ളിക്കാരൻ എന്തു വിചാരിക്കും ഇപ്പൊ തന്നെ ഇങ്ങനെ ആയാൽ? ഇത് തന്നെ ഇരിക്കട്ടെ അല്ലേ? പീറ്റനൊന്നും വേണ്ടേ? സാരിയോ? എനിക്കെന്തിനാ? അല്ല, ഷർട്ട് വല്ലതും നല്ല പുതിയ ഡിസൈനൊക്കെ ഉണ്ട്. ഒരെണ്ണം വാങ്ങുന്നേ. ഒരെണ്ണം വേണ്ടെന്നേ, എനിക്ക് ആവശ്യം പോലെ ഉണ്ട്. സെലക്ഷൻ കഴിഞ്ഞെങ്കിൽ ദേവി വേഗം ചെല്ലും, നമുക്ക് പോണ്ടേ? അവനകത്ത് വല്ലതും കാണും. നിങ്ങൾ പുറപ്പെട്ടോളൂ. ഒന്ന് നോക്കൂ റെക്സ്. അവിടെയെങ്കിലും കണ്ടില്ല. സമയമായി, നിങ്ങൾ പുറപ്പെട്ടോളൂ. ചേട്ടൻ എന്തിനാ മദ്യപിക്കുന്നത്? എനിക്കറിയാം. മറക്കാനാണല്ലേ? ചേട്ടൻ ദേവി ചേച്ചിയെ സ്നേഹിച്ചിരുന്നു അല്ലേ? എനിക്കറിയാമായിരുന്നു. ഇന്നുച്ചയ്ക്ക് അവർ ചേട്ടനെ തിരക്കിയപ്പോ ദൂരെ മാറി നിന്നതും ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഒളിച്ചിരുന്നത്. ഞാൻ വേണമെന്ന് വെച്ച് തന്നെ ചേട്ടനെ വിളിക്കാതിരുന്നത്. ചേട്ടന് അവരെ ഫേസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ചേട്ടാ, Rex, stop it! ചേട്ടാ പ്ലീസ്. Please, Rex, stop it! ചേട്ടാ, let me. I say just stop it! Rex! You don't!
മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. എക്സ്ക്യൂസ് മീ സർ. കുഞ്ഞെ, കുഞ്ഞെ, എന്താ? ആ കോൺട്രാക്ടർമാർ വന്നിരിപ്പുണ്ട്. അവരുടെ പണി തീരാറായി. കുറച്ചുകൂടി പേയ്മെന്റ്സ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഇനി അവിടെ ഒരു പണിയും ചെയ്യണ്ട. എല്ലാം അതെവിടെ നിർത്തി വെച്ചേക്കൂ. അവരുടെ കണക്ക് സെറ്റിൽ ചെയ്ത് അവരെ വിട്ടേക്കണം. അയ്യോ കുഞ്ഞെ, എല്ലാം ഒരുമാതിരി തീർന്നിരിക്കുക. ഏറിയാൽ 2 ദിവസത്തെ വർക്ക് കൂടെ ബാക്കിയുള്ളൂ. ഇപ്പോഴിങ്ങനെ പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി അവിടെ ഒരു പണിയും ചെയ്യണ്ട. അവരെ പറഞ്ഞു വിട്ടേക്കണം. എന്ത് പറ്റിയ കുഞ്ഞെ ചേട്ടന്? കണ്ടിട്ട് സഹിക്കുന്നില്ല. എനിക്കൊന്നും അറിഞ്ഞൂടെ ചേട്ടാ. We are pleased to appoint you as the sole distributor for our products. ആഹാ, നല്ല ആളാ. 5 മണിക്ക് കൃത്യം വന്നേക്കാന്ന് പറഞ്ഞിട്ട് ദാ മണി 5:30 ഇനി എവിടെ പോയാലും ടിക്കറ്റ് കിട്ടുക? നീ ഒരു 5 മിനിറ്റ് പുറത്തു പോയിരിക്കും, ഞാനിപ്പോ വരാം. You will be paid a commission at the rate of 10% for the sale of our ഇനി products. രാവിലെ ആവട്ടെ സർ. It's all right. You continue the dictation. വേണ്ട സർ, And മിസ്സിസ് ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്നെ ഓഫീസിൽ വന്ന് മാനം കെടുത്തിയപ്പോ നിനക്ക് മതിയായല്ലോ അല്ലേ? 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? 5:30 വരെ നോക്കി കണ്ടില്ല. ഞാനൊരു ഓട്ടോ പിടിച്ചിങ്ങ് പോന്നു. ഇന്ന് തന്നെ സിനിമയ്ക്ക് പോകണമെന്ന് എന്താ അത്ര നിർബന്ധം? അങ്ങനെ വേണം. 3-4 ദിവസമായി പറഞ്ഞു പറ്റിക്കുന്നു. ഇന്ന് എന്തായാലും പോണം. മതി മതി മതി, നിർത്ത് നിർത്ത്. സിനിമയ്ക്കല്ല, എവിടേക്ക് വേണമെങ്കിൽ കെട്ടിയെടുത്തോളാമേ. എന്താണ് ഇത് ചിരിക്കാൻ? ഒരു പെണ്ണെ കെട്ടിയതുകൊണ്ട് ഇത്ര അട്രാസിക്കണോ? വാട്ട്സ് റോങ് വിത്ത് യു? അങ്ങനെ ഇരിക്കാൻ പാടില്ല. വാട്ട്സ് റോങ് വിത്ത് You are not supposed to laugh like that. You. പീറ്ററിന്റെ അച്ഛൻ അവിടെ? അവര് വന്നില്ലേ? ഞാൻ പീറ്ററിന് ഫോൺ ചെയ്തിരുന്നു. അവൻ വന്നോളാന്ന് പറഞ്ഞാണല്ലോ. വരുമായിരിക്കും. ഏതായാലും ചോറ് വിളമ്പ്, ഓഫീസിൽ ഒരു വന്നിരുന്നു. 5 മിനിറ്റ് അവരും കൂടി വന്നോട്ടെ. അവര് വരുമ്പോ വരട്ടെ, എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. നീ വാ. പീറ്ററിന് കരിമീൻ വെച്ച ജീവനാ. ദേ സത്യം പറഞ്ഞേ, നിങ്ങൾ പീറ്ററിനെ വിളിച്ച് പറഞ്ഞോ? എടാ കഷ്ടമേ, ഞാൻ എന്തിനാ എന്നോട് നുണ പറയുന്നത്? വരാമെന്ന് പറഞ്ഞാൽ പീറ്റർ വരാതിരിക്കില്ല. അവന് വേറെ എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും. നീ ഉണരിക്കുന്നില്ലേ? ഇരിക്കും. അവര് വരുമോന്ന് നോക്കട്ടെ. ആ റെക്സിന് എന്ത് പറ്റി? നിങ്ങൾ അവനെ കണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല പൊന്നെ. പീറ്ററിന് ഫോൺ ചെയ്തപ്പോ റെക്സിനെയും വിളിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അവര് വരുന്നെങ്കിൽ വരട്ടെ. പെണ്ണെ, നീ ഊണ് കഴിക്കും. എന്നോട് ദേഷ്യം തോന്നരുത്. ഓഫീസിൽ പോയാൽ ഉടനെ പീറ്ററിനെ വിളിക്കണം. ഞാൻ കാത്തിരിക്കാമെന്ന് പറയണം. നീ അങ്ങനെ ആർക്കു വേണ്ടിയും കാത്തിരിക്കണ്ട. അവർക്ക് വേണമെങ്കിൽ അവര് വരും. എന്നെ കൊണ്ടൊന്നും ഫോൺ ചെയ്യാൻ പറ്റില്ല. കൊള്ളാം, അപ്പോഴേക്കും പെണ്ണിന്റെ മുഖം മാടിയല്ലോ. അവരെ നമുക്ക് ഇനി ഒരു ദിവസം വിളിക്കാം. പോരെ? നീ ഊണ് കഴിക്കും. വിശന്നിരിക്കണ്ട.